അങ്ങനെ അമ്മയിലും അദാനി നിക്ഷേപം നടത്തിയെന്ന് കേൾക്കും. അതായത് 15 കോടി രൂപ അദാനിയുടെ നിക്ഷേപം മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ബി ജെ പിയുടെ ഏതോ വനിതാ ബി നേതാവ് ജെ പിയുടെ നേതാവ് പിന്നെ പത്മജ എസ് മേനോൻ ആ. അവർ നടത്തിയ ഒരു വീഡിയോ കോളിൻ്റെ കാര്യങ്ങളാണ് എടുത്ത് ഇപ്പം ഇവരെ ആഘോഷിക്കാൻ പോകുന്നത്. അത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. പത്മജ മേനോൻ എന്ന് പറയുന്നത് അവർ ബി ജെ പി അവർ ശരിക്കും പറഞ്ഞില്ല. പത്മജ മേനോൻ ആരും നമ്മൾ അറിയണം. പത്മജ മേനോൻ കേരള യൂണിവേഴ്സിറ്റി ആയിരുന്ന സമയത്ത്, MG യൂണിവേഴ്സിറ്റി ഇല്ലായിരുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയർപേഴ്സണായ KSU വനിതയാണ്, KSU കാരിയായിരുന്നു അവർ. അത് വനിതാ നേതാവാണ്. അവർ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന SCS മേനോൻ്റെ പുത്രിയാണ്. അങ്ങനെ അവർ അന്ന് വളരെ പല പ്രമുഖയായിരുന്നു. അവർ KSUവിൽ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു. യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണായിരുന്നു. അവർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി വന്നപ്പോൾ അത് അന്ന് വരെ SFIയുടെ കുത്തകയായിരുന്നാണല്ലോ. KSUക്കാർ പിന്നെ ഈ സ്ഥാനം കിട്ടിയതോടുകൂടി SFIക്കാർ എല്ലാത്തിനും ഒരു ബളം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കലും ഇവർ പ്രസംഗിക്കുമ്പം ഈ ചടങ്ങ് മറ്റാണ് ഇവർ പ്രസംഗിക്കുമ്പോൾ ഒരു കൂക്കി വിളിക്കാൻ തുടങ്ങി. പക്ഷേ അവർ പ്രസംഗിച്ചു. SFIക്കാർ അന്ന് പരിപാടി കൂവിയിരുത്തുക എന്നുള്ളതൊക്കെയാണ് പ്രസംഗിക്കുകയും അവരന്ന് ഭംഗിയായിട്ട് അവർ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, അന്ന് വൈസ് ചാൻസലറായിരുന്ന PS ഹബീബ് മുഹമ്മദ് ആണെന്ന് തോന്നുന്നു, IS കാരനായിരുന്നു അദ്ദേഹം ശക്തിയായി SFIക്കാർ വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, ഒരു വനിതയാണ്, ഒരാളങ്ങനെ പ്രസംഗങ്ങൾ കാണിക്കുന്ന മര്യാദകേടാണെന്ന് അദ്ദേഹം പറയുക ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലെ വലിയ നേതാവായി വളർന്നു വരേണ്ടിയിരുന്ന ഒരാളായിരുന്നു പത്മജ എസ് മേനോൻ. പക്ഷെ അവർ ഇപ്പോൾ ഒരു BJP ആണ്. കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അവിടുത്തെ കോൺഗ്രസിൽ മടത്തിട്ട് അവർ ഇട്ടിട്ട് പോയതായിരിക്കും. അവർ മാധ്യമപ്രവർത്തക കൂടിയാണ് കേട്ടോ. അവർ വളരെ പ്രമുഖമായ ഒരുപാട് വിഭവങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളും കൂടിയാണ്. പത്മജ എസ് മേനോൻ വലിയ ആൾ തന്നെയാണ്. പക്ഷെ അവർ പറയുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇവർ പത്രസമ്മേളനത്തിൽ അത് കാണിക്കുന്നത് പത്മജ എസ് മേനോൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് അദാനി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം ചാറ്റിക്ക് വേണ്ടി ആയിരിക്കാം. പക്ഷേ അതങ്ങനെ അവർ പറഞ്ഞു എന്നുള്ളത്, കാരണം ഈ പത്മജ എസ് മേനോൻ അമ്മയിലെ അംഗമല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് സ്വാഭാവികം മാത്രം. ഇപ്പോൾ അദാനിയാണ് എല്ലായിടത്തും ഇപ്പോഴത്തെ കുഴപ്പക്കാരൻ. അദാനിയെ പൊക്കാൻ ഒരു ഗ്രൂപ്പും അദാനിയെ താഴത്ത് വെക്കാൻ വേറൊരു ഗ്രൂപ്പും. അധികാരത്തിലിരിക്കുമ്പോൾ അദാനിയെ പരമാവധി എല്ലാം കിട്ടാന്നുള്ള കിട്ടുക, അത് വിട്ട് കഴിയുമ്പോഴത്തേക്കും അദാനിന് മോശക്കാരൻ, അദാനി ഭീകരനാകും. എന്തായാലും അദാനി തന്നെ വിദേശ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദാനി അമ്മയിൽ നിക്ഷേപം നടത്താൻ പോയിരിക്കുന്നത്. 15 കോടി. അദാനി എനിക്കൊന്ന് CSR ഫണ്ട് വല്ലതും ആയിരിക്കും, അങ്ങനെ വല്ലതും ആയിരിക്കും. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അമ്മയിൽ എവിടെ നിന്നൊക്കെയാണ് പണം വരുന്നത് എന്നുള്ളത്. മറ്റേ നമ്മുടെ ദല്ലാൾ നന്ദകുമാർ കൊടുക്കുന്നു 70 ലക്ഷം എങ്ങാണ്ട് അത് കൊടുക്കുന്നു, അത് സ്പോൺസർ ചെയ്യുന്നു അവരുടെ പരിപാടി. സാധാരണഗതിയിൽ ഇത്തരം ഒരു അമ്പലത്തിന്റെ പേര് നടത്തിയ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കാരണം അമ്പലത്തിന് അങ്ങോട്ടാണ് ആൾ സ്പോൺസർ ചെയ്യാം ഉത്സവ പരിപാടിയൊക്കെ. അമ്പലം ഇങ്ങോട്ട് സ്പോൺസർ ചെയ്യാണ്. നിങ്ങളുടെ യോഗത്തിന്റെ പുറകിലും സൈഡിലും ഒക്കെ അമ്പലത്തിന്റെ പരസ്യം വെക്കണം. അതാണ് അത് വളരെ വിചിത്രമായ കാര്യമാണ്. നമ്മളന്നേരം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മോഹിനിയാട്ടം സിനിമയിലെ അമ്പലം പോലത്തെ അമ്പലമാണ് ഈ അമ്പലം. അമ്പലം എന്തിനാണ്? കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിൽ കൈക്കൂലി പണവും അവിഹിതമായിട്ട് സമ്പാദിക്കുന്ന പണവും കൊണ്ടുവരുന്നത് അതിനകത്താണ്. അപ്പോൾ ഈ ദല്ലാൾ നന്ദകുമാറിന്റെ ഈ ക്ഷേത്രവും അതുപോലെ ആകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ അതാണ് അടിസ്ഥാനം അവിടുത്തെ പ്രശ്നങ്ങളെ തുടക്കം. അപ്പോൾ അൻസിബ അന്ന് ഇത് സ്വീകരിക്കാൻ പറ്റുകയില്ല, ഒരു മതത്തിൻ്റെയും ഒരു ആരാധനാലയത്തിൻ്റെ സംഭാവന വയ്ക്കാൻ കഴിയില്ല എന്ന് പുള്ളിക്കാർ പറഞ്ഞിടത്താണ് പിന്നെ പ്രശ്നം ആരംഭിക്കുന്നതും അവരെന്താ ജിഹാദിയായി പ്രഖ്യാപിക്കുന്നതും. അവരെ ജിഹാദിയായിട്ട് ശ്വേതാമേനോൻ വിളിച്ചു എന്നാണ് അവർ ഇന്നും പത്രസമ്മേളനം. ഇന്ന് എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് അമ്മയിലേത് ഇന്നലത്തെ അറിഞ്ഞല്ലോ, നമ്മുടെ രമേഷ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു. കാരണം കോടതി ഉത്തരവായി കോടതിയിൽ താൽക്കാലിക സ്റ്റേ ആണ് വന്നിരിക്കുന്നത്. ശ്വേതാമേനോൻ ഇപ്പൊ പെട്ടെന്നൊരു ഉൾവിളി വന്നിരിക്കുന്നു. രാജി പ്രഖ്യാപിച്ച പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ച് പോയാണ് പറയുന്ന ആള്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയുന്നു ഞാൻ അതൊന്നും രാജിവെച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, കത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ കോടതിയിൽ ചെന്ന് അന്നത്തെ പൊതുയോഗത്തിൽ തിരഞ്ഞെടുത്ത അഡ്ഹോക് കമ്മിറ്റിയെ സ്റ്റേ ചെയ്തു ഒരു ഉത്തരവ് വാങ്ങി. എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട്. കാരണം ഇത് സ്റ്റേ മാത്രമാണ്. സ്റ്റേ വെക്കേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും ശ്വേതാമേനോന്റെ ഹർജി തള്ളാൻ സാധ്യതയുണ്ട്. ഇത് ആര് പോയി സ്റ്റേ വെക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്തെ രണ്ടാമത്തെ ചോദ്യം. അവിടെയാണ് ഒരു പ്രശ്നം. ഇപ്പം ശ്വേതാമേനോന്റെ കമ്മിറ്റിയിൽ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ശ്വേതാമേനോൻ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ 2 തട്ടിലാണ് അല്ലേ? അപ്പൊ സെക്രട്ടറി വേറൊരു വഴിക്കും പ്രസിഡന്റ് വേറെ. അൻസിബ രാജിവെച്ച് പോയി. വേറെ കുറച്ചൊരു ആശാരം എന്താ അവരങ്ങനെയൊക്കെ കുറെ പേരുണ്ട്. എല്ലാവരും ഒക്കെ ഇപ്പോൾ സംഘടന വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ രാജി പ്രഖ്യാപിച്ചതേ ഉള്ളൂ, കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇക്കണക്കിന് അന്വേഷിക്കേണ്ടി വരും. ശ്വേതനെ പറഞ്ഞ് ഞാൻ രാജിവെച്ചിട്ടില്ല എന്നാണ് അന്ന് അവർ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നേ പറഞ്ഞ പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ച് പോവുകയാണ്. അത് മാധ്യമങ്ങൾക്ക് മുന്നേ മാത്രമല്ല പൊതുയോഗത്തിൽ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നാട്ടിലുള്ള ഈ സംഘടനകളുടെ രജിസ്ട്രേഷൻ, ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഈ സംഘടനകളിൽ അതിനകത്ത് ബൈലോ അനുസരിച്ചും അല്ലാതെ തന്നെയും പൊതുയോഗങ്ങളിൽ പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ശ്വേതാ മേനോൻ പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ച് പ്രഖ്യാപിച്ച് പോയിട്ട് പിന്നെ വന്നിട്ട് ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ആ തീരുമാനം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ സാങ്കേതികമായി അവർ തുടരുന്നു. കോടതി പിന്നെ ആര് എന്ന് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്യും. എന്നിട്ടാണ് ഇതിന്റെ മെറിറ്റിലേക്ക് കിടക്കുക. ആദ്യമേ തന്നെ ഇതങ്ങ് സ്റ്റേ ചെയ്ത് വെക്കും, അതവിടെ നിൽക്കട്ടെ, നേരത്തെ ഇരുന്ന പോലെ ഇരിക്കട്ടെ. ഇപ്പോൾ അൻസിബയും പാർവതി, മാലപാർവതി എല്ലാം പത്രസമ്മേളനം, ഉഷ ഹസീന ഇവരെല്ലാം ചേർന്നാണ് പത്രസമ്മേളനം നടത്തിയിട്ട് ശ്വേതയ്ക്ക് ഇവരെ ആഞ്ഞ് അടിക്കുകയാണ് ചെയ്യുന്നത്. ആ ശ്വേത ഈ അമ്മ സംഘടനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അത് BJPയുടെ ലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പ്രധാന കാരണം. ശ്വേത കോൺഗ്രസ്സുകാരിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ശ്വേതയ്ക്ക് എന്താണ്, ശ്വേതയായാലും ആരായാലും ഇപ്പം ഈ സംഘടനയിൽ രാഷ്ട്രീയം കടന്ന് എപ്പോൾ കൂടുന്നോ അന്ന് ആ സംഘടന തീരും. അതാണ് എല്ലാ സംഘടനകളിലും കണ്ടുവരുന്നത്. എല്ലാ സംഘടനകളുടെ പ്രശ്നം അത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ഇതരമായ സംഘടനകൾ രൂപീകരിക്കും, പത്രപ്രവർത്തകനെ പോലെ സംഘടന രൂപീകരിക്കുമ്പോഴൊക്കെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇത് തന്നെയാണ്. കാരണം എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് CATUവിൻ്റെ ANTUCയുടെ അഫിലിയേഷനുള്ള സംഘടനകളായ അല്ല, ഇതും അങ്ങനെ തന്നെയാണ്. ഈ അമ്മയും അങ്ങനെ തന്നെയാണ്, സ്വന്തം സംഘടനയാണ്. അപ്പോൾ അതിലെല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവരും അതിൽ വരും. പിന്നെ അതിനകത്ത് വീണ്ടും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തർക്കം നടക്കുകയാണെങ്കിൽ അതൊരു മോശം പ്രവണതയാണ്. ഇന്നലെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ശ്വേതാ മേനോൻ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള രമേഷ് പിഷാരടിയുമായിട്ട് MLA സംഭാഷണം നടത്തുന്നു. അതിനുശേഷം ആ ഓഡിയോ ക്ലിപ്പുകൾ ശ്വേതയാണോ പിഷാരടിയാണോ പുറത്തുവിട്ടെ അറിയില്ല. അതിനകത്ത് ശ്വേതയ്ക്ക് അനുകൂലമായ രീതിയിലാണ് പിഷാരടി സംസാരിച്ചത്. അപ്പോൾ പിഷാരടി ഇപ്പോൾ പറയുന്നത് അത് പിന്നെ റിലീസ് ചെയ്തത് താനൂടെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണം അപ്പോൾ അങ്ങനെ പുറത്തുകൊണ്ട് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് രാവിലെ ഇവരുടെ പത്രസമ്മേളനം വന്നു. ശ്വേതാ മേനോൻ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചു. അൻസിബ എങ്ങനെ ജിഹാദിയാകുമെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് മാലാപാർവതി തരുന്നത്. മാലാപാർവതി പറയുന്നത് അൻസിബ തട്ടമിടാത്ത പെൺകുട്ടിയാണ്, മലപ്പുറത്തുകാരിയാണ്, തട്ടമിടാത്ത ആളാണ്, ഒരു മതവിശ്വാസവും ഉള്ള, ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിലാണ് അവർ പോകുന്നത്, ക്ഷേത്രവിശ്വാസമുള്ള യുവതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ജിഹാദി എന്ന് വിളിക്കുമ്പോൾ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനൊപ്പം തന്നെ അവർ ശ്വേതാ മേനോൻ്റെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ തെളിവ് എന്നുള്ള നിലയിലാണ് ഈ പത്മജ മേനോൻ സംസാരിക്കുന്ന വീഡിയോ പുറത്തുവിട്ടത്. അതായത് അമ്മയ്ക്ക് 15 ലക്ഷം രൂപ 15 കോടി രൂപ കൊടുക്കാം എന്നുള്ള ഒരു വീഡിയോ അവർ പുറത്തുവിടുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ പിന്നിലോട്ടില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന ഒരു സന്ദേശം. മറ്റൊരു മുന്നോട്ടില്ല, ഈ അൻസിബയും അവരനുകൂലിക്കുന്നവരും മുന്നോട്ടില്ല. പക്ഷേ സൂപ്പർ താരങ്ങളായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവർ ഇതിൽ ഇടപെടാതെ മാറി നിൽക്കുക. മോഹൻലാൽ ഇപ്പോൾ വിദേശത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. അപ്പം ഇന്നിപ്പോൾ മാലാപാർവതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പിഷാരടിയുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് അഡ്ഹോക് കമ്മിറ്റി ചുമതല ഉണ്ടാക്കിയത്. അപ്പോൾ ശ്വേതാ മേനോൻ്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചെങ്കിലും അവർ അഡ്ഹോക് കമ്മിറ്റിയായി തുടർന്നിരുന്നു എന്നാണ്. അപ്പോൾ എന്നിട്ട് അവരെന്തോ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനെ അൻസിബ പറയുന്നത് അത് ആ കമ്മിറ്റി തന്നെ അടുത്ത കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിന് വരെ അഡ്ഹോക് കമ്മിറ്റിയായിട്ട് തുടർന്നതാണ്, അല്ലെങ്കിൽ കാവൽ കമ്മിറ്റിയായിട്ട് തുടർന്നതാണ്. അവർ ചെയ്ത പ്രവർത്തനം എന്തോ ചാരിറ്റിയുടെ സംഭാവന നൽകുന്ന പ്രവർത്തനം മാത്രമാണ് ചെയ്തത്. അത് സമൂഹത്തിന് നല്ല കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ അതിനകത്ത് നിയമപരമായിട്ടുള്ളതോ പരമായിട്ടുള്ളതോ ഒരു ഇതിലല്ല ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രസിഡന്റും ഭരണസമിതിയും രാജി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒരു പൊതുയോഗത്തിൽ, ഒരു വാർഷിക പൊതുയോഗത്തിൽ രാജിവെച്ച സ്ഥിതിക്ക് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനും വരെ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏത് പ്രസ്ഥാനത്തിൻ്റെയും രീതി തന്നെയാണ്. മാത്രമല്ല ഈ സംഘടനയിലെ അംഗങ്ങൾ ഇവരൊക്കെ തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ രാജിവെക്കുന്നത് പ്രഖ്യാപിച്ചത്. അല്ല, ഈ രാജിവെച്ച ശേഷം എന്നാൽ നിങ്ങൾ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ വരെ ഞങ്ങൾ തുടരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഞങ്ങളൊരു അഡ്ഹോക് കമ്മിറ്റി, സംഘടന മുന്നോട്ട് പോകണമല്ലോ, ഇത് പെൻഷൻ കൊടുക്കാനുണ്ട്, മാസം തോറും പെൻഷനുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഓഫീസ് നടത്തിക്കൊണ്ട് പോകണം, ബാക്കി സംഘടനാപരമായ കാര്യങ്ങളില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ പിന്നെ നമ്മുടെ MLA രമേഷ് പിഷാരടിയെ, ഗണേഷ് കുമാർ എല്ലാം വരുന്നത്. അപ്പോൾ ഇന്നലെ ഒന്നാമത് രമേഷ് പിഷാരടിക്ക് ഇതിന് നേരമില്ല. അദ്ദേഹം പാലക്കാടിൻ്റെ MLA ആണ്. അദ്ദേഹം ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നിൽക്കാൻ ഇനി അദ്ദേഹത്തിന് അടുത്ത 5 വർഷം ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം പാലക്കാടും തിരുവനന്തപുരമായിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കാനാണ് അദ്ദേഹത്തിന്
സാധിക്കുകയുള്ളൂ MLA MLA തിരക്ക് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം എറണാകുളത്താണ് താമസിക്കുന്നത്. ഇനി പാലക്കാട്ടുകാരനെ മാറേണ്ടി വരും. അവിടെ 5 വർഷം പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഇവർ തമ്മിലുള്ള അടി വീണ്ടും രൂക്ഷമായിരിക്കുന്നു. പെട്ടെന്ന് ശ്വേതയ്ക്ക് ഒരു ഉൾവിളി വരുന്നു. ശ്വേത ഞാൻ ഒഴിഞ്ഞ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അവസാനം അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ ഒരു കോടതിയെ സമീപിക്കുന്നു. ഇന്നിപ്പോൾ അൻഷിബ പത്രസമ്മേളനത്തിൽ പറഞ്ഞ് കോടതി ഉത്തരവുമായിട്ട് വരുന്നതുകൊണ്ട് മാത്രം ശ്വേതയ്ക്ക് അമ്മയുടെ ഓഫീസിൽ കയറാം, അല്ലെങ്കിൽ അവർ കേട്ടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അംഗമല്ല. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരിപ്പോൾ അമ്മയിൽ അംഗമല്ല, പക്ഷെ ഒരു കോടതി ഉത്തരവുമായിട്ട് അവർ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് നടിമാർ തമ്മിലുള്ള തമ്മിലടിയാണ് നടക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് പുരുഷന്മാരായിട്ടും ആൾക്കാർ അടിക്കാനും പക്ഷം പിടിക്കാനും വളരെ കുറവാണ്. ഇപ്പം ബാബുരാജിനെ പോലുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ മാലപ്പാർവതിയെ പോലെ നല്ല അറിവും വിവരമൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. സത്യം പറഞ്ഞാൽ അവരൊക്കെ മുൻനിരയിലേക്ക് വരേണ്ടതുമാണ്. പക്ഷേ ഈ മാലപ്പാർവതിക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഭീകരമായ സൈബർ ആക്രമണമാണ് നടന്നത്. അവരുടെ പിന്നെ കുറിപ്പുകൾക്ക് താഴെ ഒന്നും ഒരുപാട് ചീത്ത കളിക്കുന്നുണ്ട് ഈ കക്ഷികൾ. അപ്പോൾ ഇത് ഏതാണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ പോലെ ഈ അന്തംകമ്മികളൊന്നും അല്ലെങ്കിൽ മറ്റേ കൊങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെയും വലിയൊരു വിഭാഗത്തിന് ഇവർ ആരൊക്കെയോ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ്. അല്ലാതെ സാധാരണ നമുക്കറിയാം, നമ്മൾ ചർച്ച നടത്തുമ്പോൾ പോലും സാധാരണക്കാർ ഞങ്ങൾക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇവർ പോസ്റ്റ് ഇടുമ്പോൾ ഇവർക്ക് താഴെ വന്ന് ഇത്രയും വെള്ളം വയ്ക്കുകയാണെങ്കിൽ ഇത് പെയ്ഡ് പരിപാടിയാണ്. നമ്മുടെ സിനിമാ താരങ്ങളെ നമ്മൾ ജീവിതത്തെ അനുകരിക്കുന്നവരാണ് ശരിക്കും കേരളത്തിലെ പ്രേക്ഷകർ. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ കുറവുള്ളത് കേരളത്തിലായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ സിനിമാ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാണിച്ചു തരുന്ന, സിനിമയിലൂടെ കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്. ആ മാതൃകയ്ക്ക് നേരെ വിപരീതമാണ് ഇവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റം. അപ്പം നമ്മൾ പറയണം സിനിമയും ജീവിതവും രണ്ടും രണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിരിക്കുന്ന ആൾക്കാർ തങ്ങളുടെ ഒരു അന്തസ്സും നിലയും വിലയും കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അങ്ങനെ ആയിരിക്കണം. കാരണം സമൂഹത്തിൽ ഒരുപാട് പേര് റോൾ മോഡൽ ആക്കുന്നുണ്ടെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലുള്ള ഇതൊന്ന് ഒത്തീർപ്പാക്കാൻ ആരിടപെടും എന്നുള്ളത് പ്രസക്തമായ ചോദ്യം. ആരുമില്ല, ആരും ഇടപെടത്തില്ല. ഇതിനകത്തിപ്പം ഇതിനെയും കോടതി ഇറങ്ങി പോതേ ഉള്ളൂ. ഈ അമ്മയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ കുറേ പാവപ്പെട്ട മനുഷ്യർക്ക് മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ ഇല്ലാതാവും, പെൻഷൻ പൈസ ഇല്ലാതാവും. അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ച് ജീവിച്ചു പോകുന്ന ഒരുപാട് പഴയ കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ട്. അവരുടെ കാര്യം ഘട്ടത്തിലാവും. കാരണം ഇവരെല്ലാവരും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഈ യുദ്ധം നടത്തുന്നവരെല്ലാം തന്നെ സാമ്പത്തികമായി നല്ല സ്ഥിതി ഉള്ളവർ തന്നെയാണ്. അവർക്ക് ഇതൊന്നും ബാധകമാവില്ല. ഈ 5000 രൂപ ഇവർക്കാകും 5000 രൂപ കിട്ടുന്ന ആളുകളല്ല. ആ പൈസ കിട്ടുന്ന പാവങ്ങളുടെ കാര്യം മാത്രമേ ഇവർ ആദ്യം ചിന്തിക്കുക. ഇതെങ്ങനെയെങ്കിലും ഇക്കാര്യത്തിൽ ഒത്തീർപ്പാക്കുക. സ്ഥാനമാനങ്ങളൊക്കെ നാളെയും വരും പോകും. പക്ഷേ ഇങ്ങനെ കുറേ മനുഷ്യരവിടെ ഉണ്ട്. അവരുടെ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെ മറക്കരുത്. മാത്രമല്ല, ഒരു സംഘടന എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടി കൂടെ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ്. അത് അവസാനം ഇല്ലാതാകുന്നൊരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്തും.